അല്ല, ഞാൻ വിശ്വസിക്കുന്നത് അഖിലേട്ടൻ പരാജയപ്പെട്ടാൽ പോലും 2ാം സ്ഥാനം വന്നാൽ പോലും അത് വിജയമാണ്. ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നു, മാരാറ് മത്സരിക്കുന്നത് ജയിക്കും. പക്ഷേ അഖിലേട്ടാ, നിങ്ങൾ എൻ.ഡി.എ ജയിക്കുമ്പോൾ നമ്മുടെ മതേതരത്വത്തിനൊരു വിലങ്ങുതലാവോ? എനിക്ക് സംഖ്യ എന്ന് വിളിക്കുന്നില്ലെന്നും എനിക്കൊരു പരാതിയോ പ്രശ്നങ്ങളോ ഒരു വിഷമമൊന്നുമില്ല. പക്ഷേ നമ്മളെ ഒരാൾ അതിൻ്റെ പേരിൽ നീ ഒരു വർഗീയവാദിയാണ് എന്നൊരു മൊന ചാർത്തി മുസ്ലിം സമൂഹത്തെ കൊണ്ട് തെറിവിളിപ്പിക്കുന്നൊരു സമീപനം ഇവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്തെ ഒരു ക്രിക്കറ്റ് അക്കാഡമിയിലുള്ള ഒരു പയ്യൻ, ഞാനിവനെ എപ്പോൾ കണ്ടാലും അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും, അവന് ക്രിക്കറ്റിൻ്റെ കിറ്റുകളും മറ്റും വാങ്ങി കൊടുക്കും. ഞാൻ ഈ ഇതിലേക്ക് എൻ.ഡി.യിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനെ എവിടെ പോയി ഒരു കമൻറ്റ് ഇട്ടു, നാളമില്ലെന്നോ ഉളുപ്പില്ലെന്നോ അങ്ങനെ എന്തോ സാധനം. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ വളരാൻ നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്നതാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. CPM BJP ഡീലുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നവനെ കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നോക്കണ്ട, കോൺഗ്രസ് തീർന്നു, ചിഹ്ന ഭിന്നമാവും. വിഷയം ചാണകം ചാരിയ ചാണകം മണക്കുന്ന. നീ ആരാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്?